Namaste. Welcome back to our English class, Learn English, Love English. I know you people are eagerly waiting for the second part of our story, Adventures in a Banyan Tree. Before starting the second part, let's have a look on the first part. Adventures in a Banyan Tree എന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് നമ്മുടെ കഥാനായകനായ നമ്മുടെ കുട്ടി അവൻ ഇന്ത്യയിലെ ആ ഗ്രാമത്തിലെ അവൻ്റെ അപ്പനെക്കുറിച്ചും അമ്മൂമ്മയെക്കുറിച്ചും അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൽമരത്തിനെ കുറിച്ചും ഒക്കെ വർണ്ണിച്ചത് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ അപ്പൂപ്പന് 65 വയസ്സായ അപ്പൂപ്പന് ആൽമരത്തിൽ കയറാൻ പറ്റാത്തതിനെക്കുറിച്ചും ഒക്കെ അത് അപ്പം അമ്മൂമ്മ കളിയാക്കിയതിനെക്കുറിച്ചും ഒക്കെ പറയും. ദെൻ നമ്മൾ അവൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ്, ഒരു അണ്ണാറക്കണ്ണനുമായിട്ടുള്ള അവൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു. അതിനുശേഷം അവൻ്റെ സമയം ചെലവഴിച്ചത് ആ ആൽമരത്തിനുള്ളിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിലവൻ വായനയും ഒക്കെ ആയിട്ടിരുന്ന് സമയം സ്പെൻഡ് ചെയ്തതിനെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ നിർത്തിയത്. അവൻ അങ്ങനെ ഒരു ഉച്ച നേരത്ത് ആ ആൽമരത്തിൽ ഇരുന്ന് സമയം ചെലവഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ ആൽമരത്തിൽ നിന്ന് സാധാരണ ഒന്ന് താഴോട്ട് നോക്കിയപ്പോൾ കണ്ട ഒരു അപൂർവ കാഴ്ച, കുറേ കാലത്തേക്ക് അവൻ്റെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്താണ് നമ്മുടെ ആദ്യത്തെ ഭാഗം നമ്മൾ നിർത്തിയത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. സോ നമ്മുടെ നിർത്തിയത് നമ്മുടെ ആ കുട്ടി ആ ബനിയൻ ട്രീയുടെ മുകളിലിരുന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച കണ്ടു എന്ന് പറഞ്ഞു. അവൻ കണ്ട കാഴ്ച ഇതാണ്: എ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. അവൻ താഴോട്ട് നോക്കുന്ന സമയത്ത് കണ്ടത് I saw a mongoose and a cobra fight to death in the garden. ആ ഗാർഡനിൽ അവൻ ഒരു മംഗൂസിനെയും ഒരു കീരിയെയും ഒരു പാമ്പും തമ്മിലുള്ള ഒരു പോരാട്ടത്തെയാണ് അവൻ കണ്ടത്. While I sat directly above them in the banyan tree. ആ സമയത്ത് അവൻ ആ ബനിയൻ ട്രീയുടെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഈ ഫൈറ്റ് താഴെ നടക്കുന്ന സമയത്ത് ഇവൻ അതിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. It was an April afternoon. ഏപ്രിൽ മാസത്തുള്ള ആ ചൂടേറിയ ആ സമയത്ത് ഒരു ആഫ്റ്റർനൂൺ, ഒരു ഉച്ച ഊണ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോഴ്സ്. ആ സമ്മർ സീസൺ, ആ വേനൽക്കാലത്തിന് മുന്നോടിയായിട്ട് വരുന്ന ആ ഒരു ശീതക്കാറ്റ് എൻ്റെ അപ്പൂപ്പനെ ഉൾപ്പെടെ എല്ലാവരെയും അകത്തോട്ട് പറഞ്ഞയച്ചു. അതായത് ആ ചൂട് കാരണം, പുറത്തുള്ള ചൂട്, അസഹനീയമായിട്ടുള്ള ചൂട് കാരണം എല്ലാവരും ആ സമയത്ത് വീടിനുള്ളിലായിരുന്നു. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പം തൊട്ട് പുറകിലുള്ള ആ കുളത്തിൽ പോയിട്ടൊന്ന് കുളിക്കാം എന്നൊക്കെ തയ്യാറായിട്ട് പോകാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് he saw that fight. I should go to the pond behind the house for a swim when is a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. ഒരു വലിയ ബ്ലാക്ക് കോബ്ര, ഒരു കരിമൂർഖൻ ആ ഗാർഡൻ്റെ തണുപ്പേറിയ ഒരു ഭാഗം നോക്കി, അല്ലെങ്കിൽ ഒരു തണുത്ത പ്രദേശം ആ ഗാർഡനിൽ എവിടെയുണ്ടോ എന്ന് തപ്പി നടക്കുന്നതാണ് കണ്ടത്. അവിടെ കൂടെ ഇഴങ്ങി നടക്കുന്നത് കണ്ടു. Then a black cobra gliding out of a clump of cactus. Cactus means കള്ളിമുൾ ചെടി. കള്ളിമുൾ ചെടിയുടെ ഇടയിൽ ഒരു തണുത്ത പ്രദേശം നോക്കി പരതി നടക്കുകയായിരുന്നു ആ കോബ്ര. And making for some cooler part of the garden. At the same time, a mongoose whom I had often seen. ആ സെയിം ടൈം, അതേ സമയത്ത് ഞാൻ അവിടെ ഒരു കീരിയെ കണ്ടു. സാധാരണ കീരിയെ ഞാൻ അവിടെ ആ പ്രദേശത്ത് കാണുന്നതാണ്. ആ ഒരു കീരിയെ ഞാൻ കണ്ടു. emerged from the bushes and went straight for the cobra. ഇതേ സമയത്ത് അവിടെ ഒരു കീരിയും ആ കോബ്രയെ ലക്ഷ്യമാക്കി, ആ പാമ്പിനെ ലക്ഷ്യമാക്കി അവിടെ വരികയുണ്ടായി. Then in a clearing beneath the tree in a bright sunshine they came face to face. In a
ക്ലിയർ ബിനീത്ത് ദ ട്രീ, ആ വലിയ ആൽമരത്തിന്റെ, ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ ആൽമരത്തിന്റെ തൊട്ടു താഴെയായിട്ട് വിശാലമായിട്ടുള്ള ആ സ്ഥലത്ത് ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്, ആ പ്രകാശപൂരിതമായിട്ടുള്ള ആ സൺലൈറ്റിൽ അവർ നേർക്കുനേർ പോരാടാനായിട്ട് എന്തിനും തയ്യാറായിട്ട് നേർക്കുനേർ നിൽക്കുകയാണ്. ആൻഡ് കോബ്ര knew only too well that the grey mongoose 3 feet long was a super fighter, clever and aggressive. കോബ്ര knew, ആ പാമ്പിനറിയാം, ആ മൂർഖന് നന്നായിട്ട് അറിയാം. എന്തറിയാം? knew only too well that the grey mongoose, ആ തവിട്ട്, ആ ചാര നിറത്തിലുള്ള ആ കീരി 3 feet long, 3 അടി മാത്രം, ഉദ്ദേശം ഏകദേശം ഒരു 3 അടി മാത്രം നീളമുള്ള ആ തവിട്ട്, ആ ചാര നിറക്കാരനായ കീരി വാസ് എ സൂപ്പർ ഫൈറ്റർ. ഹി വാസ് എൻ എക്സലന്റ് ഫൈറ്റർ, ഒരു നല്ല ആക്രമണകാരിയാണ്. മോറോവർ ഈസ് എ ക്ലെവർ ആൻഡ് അഗ്രസീവ്, സൂത്രശാലിയാണ്, ആക്രമണോത്സുകനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആളാണ് ആ കീരി എന്ന് നമ്മുടെ ആ കോബ്രയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. Then but the cobra was skillful and experienced fighter too. അതേസമയം നമ്മുടെ ഈ കോബ്ര, ഈ മൂർഖൻ നിസാരക്കാരനല്ല, എക്സ്പീരിയൻസ്ഡ് ആണ്, വളരെയധികം അനുഭവ സമ്പത്തുള്ള ഒരാളാണ് നമ്മുടെ ഈ മൂർഖൻ. ആൻഡ് സ്കിൽഫുൾ, ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് ഈ കോബ്ര. ആൻഡ് ഫൈറ്റർ ടു, ആൻഡ് ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെയർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. വളരെ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ ആക്രമിക്കാൻ കഴിവുള്ള ആ മൂർഖൻ പാമ്പ് തൻ്റെ ആ പത്തിക്ക് പുറകിലായിട്ട് ഉഗ്രവിഷം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. And with speed of light and the sacs behind his long sharp fangs were full of deadly venom. Then it was to be a battle of champions. യഥാർത്ഥ ചാമ്പ്യനെ കണ്ടെത്തുവാനുള്ള ശരിക്കുള്ള ഒരു പോരാട്ടമായിരുന്നു പിന്നീട് അവിടെ നടക്കാൻ പോയത്, അല്ലെങ്കിൽ അവിടെ അരങ്ങേറാൻ പോയത്. His in defiance, his forked tongue darting in and out. ശീൽക്കാര ശബ്ദത്തോടു കൂടി എന്തിനും തയ്യാറായിട്ട്, ഒരു പോരാട്ടത്തിന് തയ്യാറായിട്ട് നമ്മുടെ മൂർഖൻ പാമ്പ് നിൽക്കുകയാണ്. ഹിസ് ഫോക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, രണ്ടായി പിരിഞ്ഞിട്ടുള്ള തൻ്റെ നാക്ക് പുറത്തോട്ടും അകത്തോട്ടും ആയിട്ട് ഇട്ടിട്ട് ഒരു പോരാട്ടത്തിന് തയ്യാറായിട്ട് നമ്മുടെ കോബ്ര നിൽക്കുകയാണ്. ദി കോബ്ര റൈസ്ഡ് 3 of his 6 feet off the ground. 6 അടി നീളമുള്ള തൻ്റെ ശരീരത്തിൽ 3 അടിയോളം ആ പ്രതലത്തിൽ നിന്നും ഉയർത്തി തൻ്റെ പത്തി വിടർത്തി 3 അടിയോളം ഉയരത്തിൽ പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ആക്രമണത്തിന് തയ്യാറായിട്ട്. ഫീറ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾഡ് ഹൂഡ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. ഓൺ ദ സെയിം ടൈം ദാറ്റ് മംഗൂസ്, ആ കീരി തൻ്റെ വാല് ഒരല്പം ഉയർത്തിയിട്ട് സ്പെക്ടക്കിൾ, ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. തൻ്റെ മുതുകിലുള്ള ആ കൂർത്ത നല്ല ഉറപ്പുള്ള ആ രോമകൂപങ്ങൾ ഉയർത്തി നിൽക്കുകയാണ്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. ആ തൻ്റെ പുറത്തുള്ള, തൻ്റെ മുതുകിലുള്ള ആ രോമകൂപങ്ങൾ, നല്ല ഭയങ്കര ഹാർഡായിട്ടുള്ള ആ രോമകൂപങ്ങൾ പലപ്പോഴും അവനെ ഈ പാമ്പിൻ്റെ കടികളിൽ, ഇതുപോലുള്ള പാമ്പിൻ്റെ കടികളിൽ നിന്ന്, മറ്റൊരാൾക്ക് മരണം സംഭവിച്ചേക്കാവുന്ന തരത്തിലുള്ള കടികളിൽ നിന്ന് ഇവനെ രക്ഷിച്ചിട്ടുണ്ട്, നമ്മുടെ ആ കീരിയെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു ഫൈറ്റിന് തയ്യാറായിട്ട് ഒരു ഭാഗത്ത് നമ്മുടെ മൂർഖൻ പാമ്പും മറ്റേ ഭാഗത്ത് കീരിയും നിലയുറപ്പിച്ചിരിക്കുകയാണ്. Though the combatants were unaware of my presence in the banyan tree, on that time I was in that banyan tree. അവിടെ താഴെ ഒരു പോരാട്ടം നടക്കുവാനായി തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ആ മരത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ദേ വെയർ അൺഅവെയർ ഓഫ് മൈ പ്രസൻസ്. അവർ എൻ്റെ പ്രസൻസ് അവിടെ അവർ രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നില്ല. ദേ സൂൺ ബിക്കെയിം അവെയർ ഓഫ് ദ അറൈവൽ ഓഫ് 2 other spectators. പക്ഷേ ആ സമയത്ത് അവിടെ കടന്നു വന്ന മറ്റ് 2 അതിഥികളെ അവർ നോട്ട് ചെയ്തു. ആരൊക്കെയാണത്? യെസ്, എ ക്രോ ആൻഡ് എ മൈന. വൺ വാസ് എ മൈന, ഒന്ന് ഒരു മൈനയായിരുന്നു. ആൻഡ് ദ അതർ എ ജംഗിൾ ക്രോ, നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കയല്ല, മറ്റൊന്ന് ഒരു കാട്ടുകാക്കയായിരുന്നു. നോട്ട് ദ വൈലി അർബൻ ക്രോ, സൂത്രശാലിയായിട്ടുള്ള
നമ്മുടെ പട്ടണത്തിൽ കാണുന്ന കാക്കകളല്ല എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു മണ്ടനായ കാക്കയാണ് എന്നാണ് കവി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. They had seen these preparations for battle and had settled on the cactus to watch the outcome. And they are waiting. അവർ രണ്ടുപേരും ആ കാക്ടസിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കള്ളിമുൾ ചെടിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുക. അവരിങ്ങനെ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്. ഈ ഫൈറ്റിൽ ആര് വിജയിക്കും, കീരി വിജയിക്കുമോ അല്ലെങ്കിൽ മൂർഖൻ പാമ്പ് വിജയിക്കുമോ എന്ന് തിരിച്ചറിയാൻ, എന്ന് കാണാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. Had they been content only to watch, all would have been well with both of them. ഇനി അവരൊരു വെറും കാഴ്ചക്കാർ മാത്രമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. Then the cobra stood on the defensive. പക്ഷെ ആ ഒരു ഫൈറ്റ് തുടങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ കോബ്ര, നമ്മുടെ മൂർഖൻ പാമ്പ് ഒരു ഡിഫെൻസീവ്, ഒരു പ്രതിരോധത്തിലായിരുന്നു. Then swaying slowly from side to side, trying to mesmerize. തൻ്റെ രണ്ട് വശങ്ങളിലോട്ടും ഇങ്ങനെ മാറി മാറി ചലിച്ചുകൊണ്ട് നമ്മുടെ കീരിയെ ഒരു മായാവലയത്തിലാക്കി കബളിപ്പിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു കോബ്ര. The mongoose into the marking false move, but the mongoose knew the power of his opponent's glassy, unwinkling eyes and refused to meet them. പക്ഷേ നമ്മുടെ കീരി ഇത് കുറേ കണ്ടതാണ്. ആ കീരിക്ക് അറിയാം തന്നെ കബളിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഫാൾസ് മൂവ് ഒക്കെ ആര് നടത്തുമെന്ന്, നമ്മുടെ കോബ്ര നടത്തും. But the mongoose knew the power of his opponent's glassy, unwinkling eyes and refused to meet them, and he avoided. അതുകൊണ്ട് അതിൻ്റെ കണ്ണുകളിൽ നോക്കാണ്ട് മാറി നിൽക്കുകയായിരുന്നു ആര്, നമ്മുടെ കീരി. And instead he fixed his gaze at a point just below the cobra's hood and opened the attack. അതിൻ്റെ ആ പത്തിയുടെ തൊട്ട് താഴെ മാത്രമായിട്ട് ദൃഷ്ടി പതിപ്പിച്ച് എന്തിനും തയ്യാറായിട്ട് നമ്മുടെ കീരി നിൽക്കുന്നു. Instead he fixed his gaze at a point just below the cobra's hood and opened the attack. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. Moving forward quickly until he was just within cobra's reach. ആ മൂർഖൻ പാമ്പിൻ്റെ കടി എത്തുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ ആയിട്ട് ആര് ചെന്നു, നമ്മുടെ കീരി ചെന്നു. മൂവിങ് ഫോർവേഡ് ക്വിക്ലി, വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയി. ഏത് സമയവും ആ കോബ്രയ്ക്ക് അറ്റാക്ക് ചെയ്യാവുന്ന അത്രയും ദൂരത്തിലോട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ കീരി മൂവ് ചെയ്തു. ഹി മേഡ് ഫെയിൻ ടു വൺ സൈഡ്. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. വളരെ പെട്ടെന്ന് തന്നെ കോബ്ര ആഞ്ഞു കൊത്താനായിട്ട് ആ മൂർഖൻ പാമ്പ് മുന്നോട്ട് ആഞ്ഞു. And his great hood came down so swiftly that I thought nothing could save the mongoose. ഇത് കണ്ടിരുന്നവർക്ക് ഉറപ്പിച്ചു ഇത് കീരിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത്രയ്ക്ക് ആഞ്ഞായിരുന്നു, അത്രയ്ക്ക് അടുത്ത് വളരെ വേഗത്തിലായിരുന്നു നമ്മുടെ പാമ്പിൻ്റെ ആക്രമണം. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of the reach. But our mongoose jumped neatly in one side. വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ മറ്റൊരു ഭാഗത്തേക്ക് ചാടി രക്ഷപ്പെട്ടു നമ്മുടെ സൂത്രശാലിയായിട്ടുള്ള നമ്മുടെ കീരി. Then the moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air, shrieking at each other. They returned to the cactus plant. The moment the cobra struck, ആ കോബ്ര കീരിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്ന ആ സമയത്ത് കണ്ടിരുന്ന മൈനയും കാക്കയും ഈ കോബ്രയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് നേരെ പാഞ്ഞെടുത്തു ഒരുമിച്ച്. The crow and the myna hurled themselves at him. വളരെ വേഗത്തിൽ ഈ മൂർഖൻ പാമ്പിന് നേർക്ക് പാഞ്ഞെടുത്തു. Only to collide heavily in mid-air. ആ പറന്നടുത്ത് ആ സമയത്ത് രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുകയും താഴെ വീഴുകയും ചെയ്തു. Shrieking at each other, they returned to the cactus plant. കൂട്ടിമുട്ടിയിട്ട് വളരെ വേഗം തന്നെ അവർ രണ്ടുപേരും തിരിച്ച് ആ കാക്ടസ് പ്ലാന്റിലോട്ട് പോയിരുന്നു. A few drops of blood glistened on the cobra's back. ആ കോബ്രയുടെ ആ പാമ്പിൻ്റെ പുറകിലായിട്ട് കുറച്ച് രക്തത്തുള്ളികൾ കാണാനിടയായി. വീണു. എങ്ങനെ നമ്മുടെ കീരി അറ്റാക്ക് ചെയ്തു. On the cobra's back, the cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, jumped into each other instead and returned shrieking to the safety of the cactus. സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യുകയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മുടെ മംഗൂസ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു.
ആ കോബ്ര നമ്മുടെ പാമ്പ് മംഗൂസിന് കീരിയെ കൊത്താനായിട്ട് ആഞ്ഞു പോകുന്നു. ഈ മൈനയും കാക്കയും ഒരുമിച്ച് പാമ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, ഒരുമിച്ച് പറന്നെടുക്കുന്നു, കൂട്ടിമുട്ടുന്നു, തിരിച്ചു പോകുന്നു. Then the third round followed the same course as the first but with one dramatic difference. നാടകീയമായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ളൊരു സംഭവം മൂന്നാമത്തെ ഒരു അറ്റംപ്റ്റിലുണ്ടായി. എന്തെന്നാൽ the crow and the myna still determined to take part in the proceedings. മൈനയും കാക്കയും ആ നേരത്തെ അവർ ചെയ്തിരുന്ന പ്രവർത്തികൾ അതുപോലെ റിപ്പീറ്റ് ചെയ്തു. പക്ഷേ കുറച്ചുകൂടെ വളരെ താഴ്ന്നായിരുന്നു അവർ മൂന്നാമത്തെ പ്രാവശ്യം പറന്നത്. The crow and the myna still determined to take part in the proceedings dived at the cobra, but this time they missed each other's as well as their mark. അവർ ലക്ഷ്യം വെച്ചത് അവർക്ക് മാറിപ്പോയി, അവരുടെ ലക്ഷ്യം തെറ്റിപ്പോയി. ആ മൈനയുടെയും കാക്കയുടെയും ലക്ഷ്യം മാറിപ്പോയി. The myna flew on and reached its perch. Luckily ആ മൈന എന്ത് ചെയ്തു, ഭാഗ്യം കൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു, അതിൻ്റെ ഇരുന്ന സ്ഥലത്തേക്ക് ബാക്കി തിരികെ പോയി. But the crow tried to pull up in mid air and turn back. പക്ഷേ നമ്മുടെ കാക്കയ്ക്ക് നേരത്തെ നമ്മുടെ റൈറ്റർ പറഞ്ഞു വെച്ചു, ഇത് നമ്മുടെ പട്ടണത്തിൽ കാണുന്ന പോലത്തെ ബുദ്ധിശാലിയായിട്ടുള്ള സൂത്രശാലിയായിട്ടുള്ള കാക്കയല്ല എന്ന്. കാക്കയ്ക്ക് പക്ഷേ ശരിക്ക് തിരിച്ച് അതിൻ്റെ റിട്ടേൺ സ്ഥലത്ത്, അത് ഇരുന്ന സ്ഥലത്ത് തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. In the second that it took him to do this, the cobra wiped his head back and struck with great force. ആ സമയത്ത് വളരെ ആഞ്ഞ് നമ്മുടെ കോബ്ര വളരെ ശക്തിയായിട്ട് ആഞ്ഞു കൊത്തി നമ്മുടെ കാക്കയെ. And his snout thudding against the crow's body. അത് ആ ക്ഷതം നമ്മുടെ കാക്കയുടെ ദേഹത്ത് പറ്റുകയും ചെയ്തു. I saw the bird flung nearly 20 feet across the garden. ഈ സമയത്ത് നമ്മുടെ ആൽമരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്ന ആ കുട്ടി ഇത് കാണുകയും അവരുടെ അറ്റാക്ക് കൊത്ത് കൊണ്ട സമയത്ത് തന്നെ കാക്ക വളരെ തെറിച്ചു 20 അടിയോളം അകലെ ആ ഗാർഡനിൽ പോയി വീണു എന്നാണ് പറയുന്നത്. I saw the bird flying nearly 20 feet across the garden, where after fluttering about for a while, it lay still. അത് കുറേ സമയത്തേക്ക് അത് നിശ്ചലമായി കിടന്നു. Where after fluttering about for a while, കുറച്ച് സമയം അത് കിടന്ന് അവിടെ പടച്ചെങ്കിലും then it lay still, അത് നിശ്ചലമായിട്ട് ചലനമറ്റ് അവിടെ കിടക്കുകയുണ്ടായി. The myna remained on the cactus plant, very wisely refrained from interfering again. ബുദ്ധിശാലിയായിട്ടുള്ള നമ്മുടെ മൈന ഇനി പോയാൽ പണി പാളും, അല്ലെങ്കിൽ ഇനി അവരുടെ ആ ഫൈറ്റിൽ നമ്മൾ ഇടപെടണ്ട എന്നുള്ള ഇതിൽ വളരെയധികം സൂത്രത്തിൽ മാറിയിരിക്കുകയാണ് പിന്നീടുണ്ടായത്. The cobra was weakening and the mongoose walking fearlessly up to it. ഈ പോരാട്ടത്തിനൊടുവിൽ അവസാനം നമ്മുടെ പാമ്പ് വളരെയധികം ക്ഷീണിതനായി കാണപ്പെട്ടു. ഓൺ ദ സെയിം ടൈം ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. വളരെ പേടിയൊന്നും ഇല്ലാണ്ട് നിർഭയനായിട്ട് നമ്മുടെ കീരി ആ പാമ്പിന് നേർക്ക് ആഞ്ഞടുക്കുന്നുണ്ടായിരുന്നു. Up to it, raised himself on his short legs and with lightning snap had the big snake by the snout. The cobra writhed and lashed about the frightening manner and even called itself about the mongoose, but all to no avail. Yes, with lightning snap and the big snake by the snout raised himself on his short legs. തൻ്റെ മുൻകാലുകളിൽ ഉയർന്നു നിന്നിട്ട് കീരി എന്തു ചെയ്തു, ആ കോബ്രയുടെ നേർക്ക് ആഞ്ഞടുക്കുകയും അതിൻ്റെ വായ്ഭാഗത്ത് കടിച്ചെടുക്കുകയും ചെയ്തു. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ്, പ്രകാശവേഗത്തിൽ വളരെ പെട്ടെന്ന് സ്നാപ്പ് ഹാഡ് ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. ദ കോബ്ര writhed and lashed about in a frightening manner. വളരെ ഭയചകിതനായിട്ട് പിടയുന്നുണ്ടായിരുന്നു, പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കോബ്ര. And even called itself about the mongoose, but all to no avail. അത് നമ്മുടെ കീരിയെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലായി. The little fellow hung grimly on until the snake had ceased to struggle. ആ കീരി അവൻ്റെ മരണം ഉറപ്പാക്കുന്നതുവരെ അതിനെ കടിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. Until the snake had ceased struggle, he then smelt along its quivering length. അതിൻ്റെ വിറയ്ക്കുന്ന ശരീരത്തിൽ മുഴുവനും ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. Then and gripping it round the hood, dragged it into the bushes. The myna dropped
cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulations flew away. എന്നിട്ട് കീരി ഇതിനെയും ഈ പാമ്പിനെയും ഈ മൂർഖം പാമ്പിനെയും വലിച്ചിഴച്ചുകൊണ്ട് ബുഷസിൻ്റെ ഇടയിലേക്ക്, ആ കുറ്റിച്ചെടികൾക്കിടയിലേക്ക് പോവുകയും ഈ മൈന ഇതൊക്കെ കണ്ടിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് നോക്കി എന്താണ് സംഭവിച്ചത്. എന്നിട്ട് നമ്മുടെ കീരിയെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി ചിറകടിച്ച് തൻ്റെ ആ കൺഗ്രാജുലേഷൻ അറിയിച്ചതിനു ശേഷം മൈന പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. After some time, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കഥാനായകൻ നമ്മുടെ മരത്തിന് മുകളിലിരിക്കുകയാണ്, ആൽമരത്തിന് മുകളിലിരിക്കുകയാണ്. അവൻ താഴെ ഇറങ്ങിയിട്ട് ഒന്ന് സേഫാണ് എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. എന്നിട്ട് അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൂപ്പ, ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. ഞാൻ ഒരു പാമ്പും ഒരു കീരിയും തമ്മിലുള്ള യുദ്ധം കണ്ടു. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്, ഒരു പോരാട്ടം, വളരെ ഭംഗിയുള്ള ഒരു പോരാട്ടം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആൻഡ് ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വിൻ. ഞാൻ പറഞ്ഞു, അപ്പൂപ്പ ആ പോരാട്ടത്തിൽ അവസാനം വിജയിച്ചത് കീരിയാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പൂപ്പന് ഒരു സന്തോഷം, അതെ അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു സന്തോഷത്തിൽ അപ്പൂപ്പൻ സന്തോഷം അറിയിച്ചു. ദെൻ he had encouraged it to live in the garden to keep away the snakes and fed it regularly with the scraps from the kitchen. അപ്പൂപ്പൻ അതിനെ പ്രോത്സാഹിപ്പിക്കും. അത് ഗാർഡനിലൊക്കെ വരുന്ന സമയത്ത് അതിനെ ആട്ടി പായിക്കാറില്ല. കാരണം ഈ ഗാർഡനിൽ ഒരുപാട് പാമ്പിന് ശല്യം ഉള്ളതുകൊണ്ട് അപ്പൂപ്പൻ ഇതിനെങ്ങനെ എൻകറേജ് ചെയ്യുമല്ലോ, അത് വരുന്നതിനൊന്നും ആട്ടി പായിക്കേണ്ട, അതവിടെ ഇരിക്കട്ടെ, കീരി നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലുള്ള ഈ കിച്ചണിലുണ്ടാകുന്ന വേസ്റ്റും എന്നൊക്കെ ആഹാര സാധനങ്ങളൊക്കെ ഇതിന് ഇട്ട് കൊടുക്കുമായിരുന്നു. ആൻഡ് ഹി ഹാഡ് നെവർ ട്രൈഡ് ടാമിങ് ഇറ്റ്. അതിനെ ഇണക്കി വളർത്താനായിട്ട് പക്ഷേ അപ്പൂപ്പൻ ഒരിക്കലും എന്ത് ചെയ്തിരുന്നില്ല, ശ്രമിച്ചിരുന്നില്ല. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാരണം കാട്ടിലുള്ള കീരികളാണ് നമ്മൾ ഇണക്കി വളർത്തുന്ന കീരികളെക്കാൾ യൂസ്ഫുൾ. അതെപ്പോഴും അതെന്ത് ചെയ്യും, വളരെ യൂസ്ഫുള്ളാണ് കാട്ടിലുള്ള കീരികൾ. അതെപ്പോഴും പാമ്പിനെ ആക്രമിക്കുകയും അങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക. നമ്മൾ ഇണക്കി വളർത്തി കഴിഞ്ഞാൽ അതിന് അത്രയും ഒരു യൂസ്ഫുൾ ആകത്തില്ല എന്ന് അപ്പൂപ്പൻ അറിയാമായിരുന്നു. ദെൻ from the banyan tree I often saw the mongoose patrolling the four corners of the garden. ആ ഗാർഡനിൽ 4 ദിശയിലേക്കും നമ്മുടെ കീരി ഓടി നടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ റൈറ്റർ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. And once I saw him with an egg in his mouth and knew he had been in the poultry house. ഒരു ദിവസം ഞാൻ അങ്ങനെ നിന്നപ്പോൾ ആ കീരി അതിൻ്റെ വായിൽ ഒരു മുട്ടയും കൊണ്ട്, നമ്മുടെ കോഴിക്കൂട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു മുട്ടയും കൊണ്ട് വരുന്നത് ആണ് ഞാൻ കണ്ടത്. In his mouth I knew he had been in the poultry house but he hadn't harmed the birds. പക്ഷെ അവൻ ഒരിക്കലും കോഴികളെ ആക്രമിക്കുമായിരുന്നില്ല. അതിൻ്റെ മുട്ടയൊക്കെ വല്ലപ്പോഴും ഒക്കെ കട്ട് കുടിക്കുമായിരുന്നു, പക്ഷേ കോഴികളെ അവൻ ആക്രമിച്ചിട്ടില്ല. And I knew grandmother would forgive him for stealing as long as he kept snakes away from the house. പാമ്പ് വീട്ടിൽ കയറാണ്ട് പാമ്പിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ട് ആ കീരിയെ ഒന്നും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിനെ ശകാരിക്കാനോ ഒന്നും അമ്മുമ്മയും മെനക്കെടാറില്ലായിരുന്നു. Then the banyan tree was also the setting for what we were to call the strange case of the grey squirrel and white rat. മറ്റൊരു സംഭവത്തിനും കൂടെ ദൃസാക്ഷിയാണ്, അല്ലെങ്കിൽ അതിനൊരു സാക്ഷ്യം വഹിച്ചതും ഈ ബനിയൻ ട്രീ ആണ്, ഈ ആൽമരമാണ്. അല്ലെങ്കിൽ ഈ ആൽമരത്തിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു കഥയുമുണ്ട്. ഈ ആൽമരം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ മറ്റൊരു കഥയും കൂടെ ഉണ്ട്. The white rat was grandfather's. He had bought it from the bazaar for 4 annas. Okay. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് വൈറ്റ് റാറ്റ്, ഗ്രാൻഡ് ഫാദർ നമ്മുടെ അപ്പൂപ്പൻ ചന്തയിൽ നിന്ന് 4 അണ കൊടുത്ത് വാങ്ങിച്ച ഒരു വൈറ്റ് റാറ്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബാസാർ ഫോർ 4 annas. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. അങ്ങനെ ഇണക്കി വളർത്തിയിരുന്ന ആ വൈറ്റ് റാറ്റിനെയും എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ലെഷർ ടൈമിൽ, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ആ ബനിയൻ ട്രീയിലെയും അതിൻ്റെ ആ വള്ളികളിലും ആ ബനിയൻ ട്രീയിലും അതിൻ്റെ മരക്കൊമ്പുകളിലും ചില്ലകളിലും ഒക്കെ ഞാൻ ഈ റാറ്റിനെയും കൊണ്ട്, ഈ വെള്ള എലിയെയും കൊണ്ട് ഞാൻ പോകുമായിരുന്നു. He had bought it from the bazaar for annas, but I would often take it with me into the roots and branches of the old tree. Banyan tree, where it soon struck up a friendship with one of the squirrels.
ആ ആൽമരത്തിലുണ്ടായിരുന്ന ഒരു അണ്ണാറക്കണ്ണനുമായിട്ട്, ഞാൻ പറഞ്ഞു നമ്മുടെ ഈ റൈറ്റർ ആദ്യം ചങ്ങാത്തത്തിലായത്, അവൻ്റെ ചങ്ങാതിയും സുഹൃത്തും ഒക്കെ ആയത് ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു സ്ക്വിരലായിരുന്നു. ആ സ്ക്വിരലുമായിട്ട് വളരെ വേഗത്തിൽ ആര് ചങ്ങാതിയായി? നമ്മുടെ ഈ വൈറ്റ് റാറ്റ്. Where it soon struck up a friendship with one of the squirrels, they would go off together on little excursions among the branches. ആ മരത്തിൻ്റെ കൊമ്പുകളിലൂടെ അവർ രണ്ടുപേരും ഒരു വിനോദയാത്രയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ആ മരം അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ ആൽമരത്തിലൂടെ ഈ വെള്ള എലിയും ഈ അണ്ണാറക്കണ്ണനും പലപ്പോഴും വിനോദയാത്രകൾ നടത്താറുണ്ടായിരുന്നു. Let's see what happened next. Then the squirrel started building a nest. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ that squirrel started nesting or started building a nest. ആ സ്ക്വിരൽ, ആ അണ്ണാറക്കണ്ണൻ ആ മരക്കൊമ്പിൽ, ആ ആൽമരത്തിൽ കൂടുണ്ടാക്കാനായിട്ട് തുടങ്ങി. At first she tried building it in my pocket. അവൻ ആദ്യം കൂടുണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് എൻ്റെ പോക്കറ്റിലാണ്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ആഹാര സാധനങ്ങൾ വരെ എടുത്തുകൊണ്ട് അത്രത്തോളം ഇണക്കമുണ്ട് എൻ്റെ അടുത്ത്. ആർക്ക്? ആ റൈറ്ററിൻ്റെ അടുത്ത്, നമ്മുടെ അണ്ണാറക്കണ്ണന്. അവൻ ആദ്യം എൻ്റെ പോക്കറ്റിലാണ് കൂടുണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. And when I went indoors and changed my clothes, I would find straw and grass fillings out. ഞാൻ പലപ്പോഴും വൈകുന്നേരത്തെ ഇതൊക്കെ ആൽമരത്തിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് പലപ്പോഴും കച്ചിത്തുരുമ്പും മറ്റേ ഗ്രാസും ഒക്കെ ആയിട്ട്, ഗ്രാസും വൈക്കോലും ഒക്കെ എനിക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. Then one day grandmother's knitting was missing. അങ്ങനെ ഒരു ദിവസം അമ്മുമ്മയുടെ തയ്യൽ തുണികൾ കാണാണ്ടായി. അമ്മുമ്മ എല്ലായിടത്തും നോക്കി, പക്ഷെ അമ്മുമ്മ തയ്ച്ചുകൊണ്ടിരുന്ന ആ തയ്യൽ തുണികൾ കാണാനില്ല. And we hunted for it everywhere but without success. We searched it everywhere. ഞങ്ങൾ എല്ലായിടത്തും അത് സെർച്ച് ചെയ്തു, പക്ഷേ unfortunately we were unable to find it. Then we hunted for it everywhere but without success. Next day I saw something glinting in the hole in the banyan tree. The very next day I noticed that something is shining in that banyan tree. ആ banyan treeയുടെ ഒരു ഹോളിലായിട്ട് എന്തോ തിളങ്ങുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. And going up to investigate, I saw that it was the end of grandmother's steel knitting needle. അതിൻ്റെ അടുത്തോട്ട് പോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച അമ്മുമ്മയുടെ ആ തയ്യൽ തുണിയിൽ ഉണ്ടായിരുന്ന സൂചിയുടെ അഗ്രഭാഗമായിരുന്നു ആ ഹോളിലിരുന്ന് തിളങ്ങുന്നുണ്ടായിരുന്നത്. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. On looking further, ഞാൻ പിന്നീട് അതിൻ്റെ അടുത്തോട്ട് പോയി അതിൻ്റെ ഫർദറായിട്ട് പിന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത്, ആ ഹോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഹോളിനകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് അമ്മുമ്മ തയ്ച്ചുകൊണ്ടിരുന്ന ഒരുപാട് തുണികൾ അതിനകത്തുണ്ടായിരുന്നു. Moreover, I saw 3 baby squirrels. I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. മൂന്ന് ബേബി സ്ക്വിരൽസ് അതിനകത്തുണ്ടായിരുന്നു, പക്ഷെ മൂന്നും വെള്ള നിറത്തിലാണ്. നമ്മുടെ ആരൊക്കെ ചങ്ങാതിമാരായിരുന്നു? വെള്ള എലിയും ആ അണ്ണാറക്കണ്ണനും ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം നമ്മുടെ അണ്ണാറക്കണ്ണൻ കൂടുണ്ടാക്കുകയും കുഞ്ഞുങ്ങൾ അതിനകത്ത് കാണുകയും ചെയ്തു. ആ കുഞ്ഞുങ്ങളെല്ലാം വെള്ള നിറത്തിലുള്ള കുഞ്ഞുങ്ങളായിരുന്നു. Grandfather had never seen white squirrels before, and we gazed at them in wonder. എല്ലാവർക്കും അതിശയമായി, വെള്ള നിറത്തിലുള്ള അണ്ണാറക്കണ്ണന്മാരെ ആരും അന്നേ വരെ കണ്ടിട്ടില്ല, എൻ്റെ അപ്പൂപ്പനും കണ്ടിട്ടില്ലായിരുന്നു. And we were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, yes, that's the reason. ഞങ്ങൾക്കെല്ലാം പിന്നീട് കാര്യം മനസ്സിലായി. ഒരു വെള്ള എലി സ്ഥിരം, നമ്മുടെ അപ്പൂപ്പൻ്റെ വെള്ള എലി സ്ഥിരം ആ മരത്തിൽ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. ഒരു നിത്യ സന്ദർശകനായിരുന്നു. സ്ക്വിറലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ആര്? നമ്മുടെ ഈ വെള്ള എലി. യെസ്. And grandfather told me that the rat must be the father. ആ കള്ള എലിയാണ് ഈ അണ്ണാറക്കണ്ണൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. യെസ്.
that rat must be the father. Rats and squirrels were related to each other. അവർ രണ്ടുപേരും ഒരേ വർഗത്തിൽപ്പെട്ടതാണ് and related to each other. He said and so it was quite possible for them to have offsprings, in this case white squirrels. So അവർ രണ്ടുപേരും ഒരേ വർഗത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കഥ അവസാനിക്കുകയാണ്. So guys, I hope you all understood this story, and it is an interesting story, right? Okay, fully a nature based story. I hope you all understood this story. So guys, thank you, see you soon.